Hi friends, again welcome back to our YouTube channel English Academy. Today I would like to discuss about what are the major hindrances or obstacles of an English student when he began to speak English. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡിഗ്രി കഴിഞ്ഞ ഒരാൾ, PG കഴിഞ്ഞ ഒരാൾ, അതൊരു പ്രൊഫഷണൽ കോഴ്സ് ആകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ആകട്ടെ, ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ മുമ്പിലുള്ള ആദ്യത്തെ പ്രശ്നം, അയാൾക്ക് അവസരം കിട്ടാതാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടാതാണ് PG വരെ പഠിക്കുന്നത്, അല്ലെ +2 കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് എഴുതുന്ന ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ എവിടെയും അവസരം കിട്ടാതെയാണ് ഒരാൾ വരുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടിയെങ്കിൽ പോലും സംസാരിക്കുക എന്ന കാര്യത്തിൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കുന്നില്ല. speaking is different. നമ്മളിപ്പോൾ മലയാളം പറയുമ്പോൾ നമ്മൾ മലയാളം എഴുതുന്നതിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് വേർഡുകൾ ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കുന്ന എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ എത്തണം. വേർഡുകൾ കൂട്ടിച്ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അവയ്ക്കകത്ത് എന്തൊക്കെ പ്രോബ്ലംസ് വരുന്നു എന്നുള്ളത് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ്. കാരണം ഓറലായി സംസാരിക്കുമ്പോഴാണ് ഒരാളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അതിൻ്റെ ശരിയായ ഉപയോഗത്തിലേക്ക് തന്നെ വരുന്നതെന്ന് വേണം പറയാം. ബേസിക്കലി ലാംഗ്വേജ് ഈസ് സ്പീച്ച്. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു ദ എക്സ്റ്റേണലൈസേഷൻ ഓഫ് തോട്ട്സ്. അക്കോർഡിംഗ് ടു അസ്, ബേസിക് ഇംഗ്ലീഷ് പ്രോബ്ലം അവരെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് അവർക്ക് ഒന്നാമത്തെ പ്രോബ്ലം, ദേ ഡിഡ്ന്റ് റിയലി ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള അവസരം കൊടുക്കുന്ന ഏതൊരാൾക്കും ഇംഗ്ലീഷ് ഈസിയായി സംസാരിച്ച് പഠിക്കാൻ കഴിയും. ഞങ്ങൾ തുടങ്ങുന്നത് ഇംഗ്ലീഷ് ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കും, എന്നിട്ട് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അയാളുടേതായ പ്രോബ്ലംസ് ഉണ്ടാവും. When a person began to speak English, he has his own individual problems. That's different from a general case. That's different from the general case of a student who is trying to speak English. Every individual have their own problems while they speak English. ഒരു ജനറൽ പ്രോബ്ലംസ് എന്നുള്ള നിലയിൽ ഒന്നും അവസരം കിട്ടിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇനഫ് വേർഡ് പവർ ഇല്ല. എഴുതുമ്പോൾ വേർഡ് പവർ ഉണ്ടാകും, വായിക്കുമ്പോൾ വേർഡുകൾ മനസ്സിലാവും. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. അവസരം കിട്ടിയില്ല. രണ്ടാമത്, ഇനഫ് വേർഡ് പവർ യൂട്ടിലൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ദാറ്റ്സ് എ മാറ്റർ ഓഫ് പ്രാക്ടീസ്. അതിന് ഒരു വ്യക്തിപരമായി അയാളുടേതായ ടിപ്സുകൾ ഉപയോഗിക്കേണ്ടിയിരിക്കും. Recently I have a student. He used only one method, that is, he is continuously watching English movies. ഇംഗ്ലീഷ് മൂവി കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തു, എന്നിട്ട് അതിനകത്ത് ആളുകൾ സംസാരിക്കുന്ന സ്ട്രക്ചറുകൾ, വേർഡുകൾ, അത് അയാൾ എന്ത് ചെയ്യുന്നു? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, കോപ്പിയും ചെയ്യുന്നു. യു ഹാവ് യുവർ ഓൺ മെത്തേഡ്സ് ബിക്കോസ് ലാംഗ്വേജ് ഈസ് എ പേഴ്സണൽ പ്രോബ്ലം. അപ്പം തുടക്കത്തിൽ സംസാരിച്ച് പഠിക്കുന്ന ഒരാൾ ബേസിക്കലി അയാളുടെ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കും. Find out what your problem while you speak English. Then a trainee should realize what your problem within hours, and the trainee give enough tips to you. Just to follow those tips and you can learn English, speak English. I don't say learn English, but you can speak English within 20 hours, right?